ധവളപത്രത്തിലെ പറയുന്ന ചില കാര്യങ്ങൾ വിവാദമായിട്ടുണ്ട്, ആൾറെഡി വിവാദമായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 3 ഏജൻസികൾ വലിയ നഷ്ടത്തിലാണ് ഓടുന്നത്. ഒന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാക്കിയതിന് ശേഷവും അത് വലിയ നഷ്ടത്തിലാണ് ഓടുന്നത്. രണ്ടാമത്തെ സ്ഥാപനം വാട്ടർ അതോറിറ്റിയാണ്, മൂന്നാമത്തെ സ്ഥാപനം KSRTC ആണ്. മൂന്നും ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള സ്ഥാപനങ്ങളാണ്, വളരെ എമർജൻസി ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല, വളരെ അത്യാവശ്യമുള്ളതാണ്, എന്നാൽ അത് വലിയ നഷ്ടത്തിലാണ് പോകുന്നത്. ജനങ്ങളിൽ ഭീമമായ ഫീതി കൊടുത്തുകൊണ്ടോ ഭീമമായ വാട്ടർ ചാർജ് കൂട്ടിക്കൊണ്ടോ ഇലക്ട്രിസിറ്റി ചാർജ് ഇപ്പം തന്നെ വലിയ ചാർജാണ്, ഇനിയും വലിയ ചാർജ് കൂട്ടിക്കൊണ്ട് ഇലക്ട്രിസിറ്റി മുമ്പോട്ട് പോകാൻ കഴിയില്ല, ജനങ്ങൾക്ക് ഭാരം വരും. KSRTCയിലും ഇത് പറ്റുന്നതല്ല. അപ്പോൾ പിന്നെ എന്താണ് പരിഹാരം? അവിടെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിനെ സ്വകാര്യവൽക്കരിക്കണം എന്നൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു നയപരമായ അഭിപ്രായം ധവളപത്രം തയ്യാറാക്കിയവർ പുറത്ത് വച്ചിരിക്കുന്നത്. KM ചന്ദ്രൻ കഴിഞ്ഞ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയും സംസ്ഥാന ചീഫ് സെക്രട്ടറിയും സംസ്ഥാനത്തെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനൊക്കെ ആയിരുന്ന KM ചന്ദ്രശേഖരനും അതുപോലെ തന്നെ വീരമണി എന്ന് പറയുന്ന CDSൻ്റെ ഡയറക്ടറും അങ്ങനെ തുടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ഇതിനകത്ത് കൃത്യമായി ഒരു നിർദ്ദേശം വച്ചത്. വളരെ കൃത്യമാണ് ആ നിർദ്ദേശം. ആ നിർദ്ദേശം അനുസരിച്ച് പോകുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ഒരു പരിധിവരെ കൊണ്ടുവരാമെന്നാണ്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് സമ്പൂർണ്ണമായി ആരോഗ്യ മേഖലയെ സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞ് കുറേ ട്രോളും ബഹളവും ഒക്കെ വന്നെങ്കിലും അത് സമ്പൂർണ്ണമായി K മുരളീധരൻ നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യ വകുപ്പിൽ സ്വകാര്യവൽക്കരണമില്ല. അത് CSR പൈസ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിൻ്റെ പൈസ എടുത്തുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. CSR പൈസയാണ് കൃത്യമായി ചെയ്യാൻ പോകുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അപ്പോഴും ഇലക്ട്രിസിറ്റി ബോർഡിൽ സ്വകാര്യവൽക്കരിക്കുമോ എന്നുള്ളൊരു സംശയം നിൽക്കുന്നു. സമ്പൂർണ്ണമായി എന്തായാലും സ്വകാര്യവൽക്കരിക്കാൻ കഴിയത്തില്ല. അതേസമയം പ്രോജക്റ്റുകൾ ബേസിലുള്ള ചില സ്വകാര്യവൽക്കരണ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നടക്കുമോ? ഇപ്പോൾ വാട്ടർ അതോറിറ്റി തന്നെ കൊച്ചിയിലെ കുടിവെള്ള വിതരണം സമ്പൂർണ്ണമായി നടപ്പിലാക്കുന്നത് സുയസ് കമ്പനിയാണ്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ചില പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെങ്കിലും വരുമോ എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും സ്വകാര്യവൽക്കരണം എന്ന പദം, പ്രൈവറ്റൈസേഷൻ എന്ന പദത്തെ UDF ഉൾക്കൊള്ളുന്നുണ്ട്. അവർ സ്വകാര്യവൽക്കരണത്തെ കണ്ണടച്ച് എതിർക്കുന്നില്ല. പക്ഷേ ഇവിടെ കേരളമാണ് സ്ഥലം, ഇവിടെ സ്വകാര്യവൽക്കരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ കാലിളകും. അതേസമയം LDF തന്നെ ഒരുപാട് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയിട്ടുണ്ട്. LDF ധാരാളം മേഖലയിൽ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് PPP മോഡലാണ്, നെടുമ്പാശ്ശേരി എയർപോർട്ട് PPP മോഡലാണ്, തിരുവനന്തപുരം എയർപോർട്ട് അല്ല, ബാക്കി പല എയർപോർട്ടുകളും അങ്ങനെയാണ്. ഇപ്പോൾ പോർട്ട് നേരത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്ന അദാനി പോർട്ട് അങ്ങനെയല്ല, അതേസമയം KRail ഡിസൈൻ ചെയ്ത് അങ്ങനെയാണ്. പല പ്രോജക്റ്റുകളും വൻകിട പ്രോജക്റ്റുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് PPP മോഡലിലാണ്. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലേക്ക് ഇത് വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും സ്വകാര്യവൽക്കരിക്കും എന്ന് പറയുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട്. സമ്പൂർണ്ണമായി സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുമോ, അതോ സർക്കാർ നിയന്ത്രിത മേഖല സ്വകാര്യവൽക്കരണമായിരിക്കുമോ, അതോ പ്രോജക്റ്റ് വൈസുള്ള സ്വകാര്യവൽക്കരണമായിരിക്കും? 2-3-4 തരത്തിൽ ചെയ്യാം. സമ്പൂർണ്ണമായി സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സ്വകാര്യവൽക്കരണം നമുക്ക് ആലോചിക്കാം. കാര്യം അഡ്മിനിസ്ട്രേഷൻ കുറേ കാര്യങ്ങൾ സർക്കാരിൽ നിർത്തുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും. പിന്നെ പ്രോജക്റ്റ് വൈസുള്ള സ്വകാര്യവൽക്കരണമാകാം, അല്ലെങ്കിൽ റീജിയൻ വൈസ് ചില സ്ഥലങ്ങളിലെ, ചില നഗരങ്ങളിലെ, ചില പ്രധാനപ്പെട്ട ഇടങ്ങളിലെ ഇലക്ട്രിസിറ്റി സപ്ലൈ ചിലപ്പോൾ സ്വകാര്യ ഏജൻസിയെ കൊടുക്കാം. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, ഇങ്ങനെ കുറേ പ്രോസസ്സുണ്ട്, പ്രൊഡക്ഷൻ. ഈ പ്രോസസ്സുകളിൽ ചില ഐറ്റങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാം. അങ്ങനെ ആണോ, അതോ സമ്പൂർണ്ണമായി സ്വകാര്യ മേഖലയ്ക്കാണോ എന്നൊന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല. എന്തായാലും സ്വകാര്യ മേഖലയോട് അയിത്തമില്ല. മറ്റവർക്കാണെങ്കിൽ അയിത്തമുണ്ട്, എന്നാൽ സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യും. ഇവർക്ക് അയിത്തമില്ല, നേരിട്ട് സ്വകാര്യവൽക്കരണം കൊടുക്കുന്നതിൽ പ്രയാസമുള്ളവരല്ല, അങ്ങനെ കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരുമാണ്. അപ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ ചർച്ചകളും വിവാദങ്ങളും തർക്കങ്ങളും പരിഹാര മാർഗങ്ങളും ഒക്കെ വരുമായിരിക്കും. എന്തായാലും ഇപ്പം എയറിൽ നിൽക്കുന്ന ഒരു കാര്യം, ഇലക്ട്രിസിറ്റി ബോർഡ് സ്വകാര്യവൽക്കരിക്കും എന്നൊരു മെസ്സേജ് കേരളത്തിൽ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ അത് സ്വകാര്യവൽക്കരിക്കുമോ, ഏത് പാറ്റേണിലാണ് സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച്, അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ചുള്ള ധാരണ ഇപ്പോഴും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല.